കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായി 1 കോടി രൂപ അടിച്ചിട്ടും സമ്മാനാർഹന് പണം കിട്ടിയിട്ടില്ല എന്ന പരാതി. കോഴിക്കോട്ടെ കോയയാണ് കഴിഞ്ഞ 15 വർഷമായി സമ്മാനത്തുക ലഭിക്കാൻ സർക്കാർ ഓഫീസുകൾ മുഴുവൻ കയറിയിറങ്ങുന്നത്. കോടീശ്വരനാണ്, പക്ഷേ കയ്യിൽ 5 പൈസയില്ല. ജീവിതയാത്രയിൽ കടം കൊണ്ട് മുങ്ങിത്താഴാറായപ്പോഴാണ് കോയക്ക് പിടിവള്ളി എന്ന നിലയിൽ 1 കോടി രൂപ ലോട്ടറി അടിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിൽ സമ്മാനാർഹമായ ലോട്ടറിയുമായി ലോട്ടറി വകുപ്പിൽ പോയപ്പോൾ സംഭവിച്ചത് ഇതാണ്. 9/7/2016 ലോട്ടറി അടിച്ച അരീക്കോട് വെച്ചിട്ട് 1 കോടി രൂപ, അത് 13/7/2016 തന്നെ ഞാൻ ലോട്ടറി ഓഫീസിൽ ഹാജരാക്കി. അത് ചെറിയൊരു കീറലുണ്ട്. ആ കാരണം വെച്ച് ലോട്ടറി ഓഫീസർ അത് ഇപ്പോൾ കിട്ടൂല അങ്ങനെ പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി എത്തുപോയി. മുഖ്യമന്ത്രി പറഞ്ഞത് കിട്ടാൻ പറ്റില്ല, ഇത് ലോട്ടറിൻ്റെ തെളിവല്ലതൊക്കെ കടലാസുകൾ ഹാജരാക്കിയല്ലേ. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് സമ്മാനത്തുക ലഭിക്കാതെ വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിക്കും കോയ പരാതി നൽകി. എന്നാൽ അനുകൂലമായ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നീട് ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി വാങ്ങിയിട്ടും ലോട്ടറി വകുപ്പ് കൈയൊഴിഞ്ഞു. ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തി 7 കൊല്ലം ഹൈക്കോടതിയിൽ പോയതിന് ശേഷം ഒരു വിധിയായ പകർപ്പ് ഇപ്പോൾ തന്നിട്ടുണ്ട്. അത് തന്നാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഹാജരാക്കിയത്. ഇത്രയായിട്ടും ഇപ്പോൾ 2026 10-12 വർഷമായിട്ട് ഈ പൈസ തരട്ടില്ല. ഹൈക്കോടതി കൊടുക്കണം എന്ന് തന്നെ പറയുന്നു. ഈ ലോട്ടറി ഓഫീസിൽ നിന്ന് പാസ്സാക്കണമല്ലോ, അവരെന്താ കളി കളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ലോട്ടറി വകുപ്പിൽ നിന്നും സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് നഷ്ടമായെന്നാണ് അവർ നൽകിയ വിശദീകരണം. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള കോയ ഓട്ടോ വാടകയ്ക്കെടുത്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സു തളരാതെ പ്രതീക്ഷയോടെ കോയ ജീവിതം മുന്നോട്ട് ഓടിക്കുകയാണ്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.